Good morning. Then the third basis of classification is germ layer. ഏതാ മൂന്നാമത്തത്? germ layer or germ layers. Germinal layers, embryonic germ layers. These are a layer of cells developed during the early stage of embryo from which the tissues and organs are developed. All animals are developing from a single cell called zygote. That zygote continuously divide and become a ball of cells. Then after that, the cells arrange into form layer of cells, and from that layer of cells the different tissues and organs are formed, and that layer of cells are called germ layers. ജീവികളൊക്കെ ഡെവലപ്പ് ചെയ്യുക ഒരു സിംഗിൾ സെല്ലെന്നാണ്, അതിനാണ് സൈഗോട്ട് എന്ന് പറയുക അല്ലേ. ഫർട്ടിലൈസേഷൻ നടന്നിട്ട് സൈഗോട്ട് ഉണ്ടാവും. ആ സൈഗോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആദ്യം ഒരു ക്രിക്കറ്റ് ബോൾ പോലെയാവും, പിന്നെ ടെന്നീസ് ബോൾ പോലെയായും, പിന്നെ അതിൻ്റെ ഉള്ളിൽ സെല്ലുകൾ അറേഞ്ച് ചെയ്തിട്ട് ലെയറുകളായിട്ട് തിരിയും. ഈ ലെയറിനാണ് പിന്നെ ബാക്കിയുള്ള ടിഷ്യൂം ഓർഗനും ഒക്കെ ഡെവലപ്പ് ചെയ്യുക. അതുകൊണ്ട് ആ സെൽസിൻ്റെ ലെയറിനാണ് ജേം ലെയേഴ്സ് അല്ലെങ്കിൽ ജെർമിനൽ ലെയേഴ്സ് എന്ന് പറയുക. ക്ലിയർ ആയില്ലേ? In some animals, two germ layers are formed during their embryonic stage. ചില ജീവികളിൽ എംബ്രിയോണിക് സ്റ്റേജിൽ രണ്ട് germ layers ഉണ്ടാവുള്ളൂ. Such animals are called diploblastic animals. എന്താ പറയുക? Diploblastic animals. Animals with two germ layers, and the two germ layers are an outer ectoderm and inner endoderm. ഏതൊക്കെയാണ് രണ്ട് germ layers? എക്ടോഡേമും എൻഡോഡേമും. From these ectoderm and endoderm, different tissues and organs are developed, and such animals are called diploblastic animals, like Coelenterata, like Hydra. Coelenterata ഒക്കെയാണ് diploblastic animals. So in this diploblastic condition, the ectoderm and endoderm are separated by a non-cellular layer. ഈ രണ്ട് ലെയറുകളെയും തമ്മിൽ വേർതിരിക്കാൻ അതിൻ്റെ ഇടയിൽ സെല്ല് കൊണ്ടല്ലാതെ ജെല്ലി പോലുള്ള ഒരു കെമിക്കൽ കൊണ്ടുള്ള ഒരു ലെയർ ഉണ്ടാവും. ദാറ്റ് ലെയർ ഈസ് കോൾഡ് മീസോഗ്ലിയ. എന്താ അതിന് പറയാ? മീസോഗ്ലിയ. മറന്നു പോകരുത്. മീസോഗ്ലിയയുടെ പ്രത്യേകത അത് സെല്ല് കൊണ്ട് ഉണ്ടാക്കിയതല്ല. അതുകൊണ്ട് അതിൽ നിന്ന് ടിഷ്യൂ ഓർഗനൊന്നും ഡെവലപ്പ് ചെയ്യില്ല. എന്തിനു വേണ്ടി മാത്രമാണത്? എക്ടോഡേമിനെയും എൻഡോഡേമിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. ഇതിനാണ് മീസോഗ്ലിയ എന്ന് പറയും. ഒബ്സർവ് ദി ഡയഗ്രാം ഓഫ് ദി diploblastic and triploblastic conditions. Then second is triploblastic animals. ഏതാ രണ്ടാമത്തത്? ട്രിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ്. അതിൽ എത്ര germ layers ഉണ്ടാവും? ട്രിപ്ലോ എത്ര ഉണ്ടാവും? യെസ്, 3 layers. The 3 layers are ectoderm, endoderm and mesoderm. ഏതൊക്കെയാ മൂന്നെണ്ണം? ectoderm, endoderm, mesoderm. So in triploblastic animals,
between the ectoderm and endoderm there is a middle layer formed of cells and it is called mesoderm. From these three different tissues and organs are developed and they are called triploblastic animals. All the animals from Platyhelminthes onwards are ട്രിപ്ലോബ്ലാസ്റ്റിക്. അപ്പൊ നമ്മുടെ ഏർലി എംബ്രിയോണിക് സ്റ്റേജിൽ എത്ര ജേം ലേയേഴ്സ് ഉണ്ടാവും? 3 ജേം ലേയേഴ്സ്. ഏതൊക്കെയാണത്? എക്ടോഡേം, എൻഡോഡേം, മീസോഡേം. ഇതിൽ എക്ടോഡേമിൽ നിന്ന് നമ്മുടെ സ്കിന്നിന്റെ ഔട്ടർ പാർട്ട് ഉണ്ടാവും, എപ്പിഡെർമിസ് ഉണ്ടാവും, നമ്മുടെ നെർവസ് സിസ്റ്റം ഉണ്ടാവും. എൻഡോഡേമിൽ നിന്ന് നമ്മുടെ എലിമെന്ററി കനാലൊക്കെ ഉണ്ടാവും. മീസോഡേമിൽ നിന്ന് നമ്മുടെ ഒരുപാട് ടിഷ്യൂം ഓർഗൻസും ഡെവലപ്പ് ചെയ്യും. നമ്മുടെ മസിൽസ്, നമ്മുടെ സ്കെലിട്ടൺ, ഇതൊക്കെ നമ്മുടെ കിഡ്നി, ഇതൊക്കെ മീസോഡേമിൽ നിന്ന് ഡെവലപ്പ് ചെയ്യും. ഇതാണ് മൂന്നാമത്തത്, ജേം ലെയേഴ്സ്. ആ ജേം ലെയറിന്റെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ആനിമൽസിനെ 2 ഗ്രൂപ്പാക്കി തിരിച്ചു, ഡിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് ട്രിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ്. ഓക്കെ. Then the fourth basis of classification is called coelom. നാലാമത്തേത് ഏതാ? coelom. 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 In common English, coelom is called body cavity. ഇതിന് ബോഡി കാവിറ്റി എന്ന് പറയും. In higher animals, their body possesses a large tube. In that large tube, there is a small tube. This is the body plan of higher animals. Higher animals ന്റെ ബോഡി ഒക്കെ നോക്കിയാൽ നമുക്ക് ഒരു വലിയ ട്യൂബിന്റെ ഉള്ളിൽ ഒരു ചെറിയ ട്യൂബ് പോലെയാണ് ഉണ്ടാവുക. എ ട്യൂബ് വിത്തിൻ എ ട്യൂബ് ബോഡി പ്ലാൻ എന്ന് പറയും. ഇതാണ് നമ്മുടെ ബോഡിയുടെയൊക്കെ പ്ലാന്. വലിയൊരു ട്യൂബിന്റെ ഉള്ളിൽ ചെറിയൊരു ട്യൂബ്. ദി ഔട്ടർ ട്യൂബ് ഈസ് കോൾഡ് ബോഡി വാൾ. മുകളിലുള്ള വലിയ ട്യൂബിന് ബോഡി വാൾ എന്ന് പറയും. ആൻഡ് ദി നാരോ ഇന്നർ ട്യൂബ് ഈസ് കോൾഡ് ഗട്ട് വാൾ ഓർ എലിമെന്ററി കനാൽ. എലിമെന്ററി കനാൽ എന്ന് പറയുന്ന വേറൊരു പേരാണ് ഗട്ട് വാൾ. ആ ചെറിയ ട്യൂബ് എന്ന് പറയുന്നത് എലിമെന്ററി കനാലാണ്. അപ്പൊ നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇവിടെ വരിക അല്ലെ. ഇതിന്റെ ഇടയിൽ ഒരു ബോഡി വാൾ ഉണ്ട്, അതിന്റെ ഉള്ളിൽ സെന്ററിലൂടെ ഒരു എലിമെന്ററി കനാൽ ഉണ്ട്. ആ എലിമെന്ററി കനാൽ ഒരു നാരോ ട്യൂബ് പോലെയല്ല നമ്മളിൽ, അതില് ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. നീളം കൂടുതലുള്ളതുകൊണ്ട് ചുരുണ്ടി മടങ്ങിയൊക്കെ കിടക്കുന്നുണ്ട്. അത് നിർത്തിയാല് ഒരു നേരെ ട്യൂബ് പോലെ ഉണ്ടാവും. ദി സ്പേസ് ബിറ്റ്വീൻ ദി body wall and elementary canal or gut wall is called body cavity. ഈ 2 വാളിന്റെ ഇടയിലുള്ള സ്പേസിനാണ് ബോഡി കാവിറ്റി എന്ന് പറയാം. അതിലാണ് നമ്മുടെ ഹാർട്ട്, നമ്മുടെ ലങ്സ്, നമ്മുടെ കിഡ്നി, നമ്മുടെ ലിവർ ഒക്കെ ഉള്ളത് ഈ ബോഡി കാവിറ്റിയിൽ. ഈ സ്പേസിനാണ് ബോഡി കാവിറ്റി എന്ന് പറയാം. This space is originated from mesoderm. ഈ സ്പേസ് ഒറിജിനേറ്റ് മീസോഡേം എന്നാ. And this is lined by mesodermal epithelium. ഈ സ്പേസിന് ഒരു ലൈനിങ് ഉണ്ട്. ഇന്നർ കവറിങ്ങിനാണ് ലൈനിങ് എന്ന് പറയാം. ആ ലൈനിങ് മീസോഡെർമൽ എപ്പിത്തീലിയം കൊണ്ടുള്ളതാണ്. എപ്പിത്തീലിയം എന്താന്നൊക്കെ നമ്മൾ പഠിക്കും. Such a body cavity which is lined by mesodermal epithelium is called coelom or true body cavity. അപ്പോൾ ഒരു ബോഡി കാവിറ്റി അത് മീസോഡെർമിൽ നിന്ന് ഒറിജിൻ ചെയ്യുകയും മീസോഡെർമൽ എപ്പിത്തീലിയത്തിന്റെ ലൈനിങ് ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അതിനാണ് coelom എന്ന് പറയാം. Such animals with a true body cavity or coelom are called coelomate. അങ്ങനെയുള്ള ജീവികൾക്കാണ് coelomate animals എന്ന് പറയാം.
coelomate animals from Annelida onwards. അവരൊക്കെ coelomate animals ആണ്. എന്താ പ്രത്യേകത? അവർക്കൊരു ട്രൂ സീലോം ഉണ്ടായിരിക്കും. അവർക്കാണ് coelomate animals അല്ലെങ്കിൽ eucoelomate animals എന്ന് പറയാം. Then there is a second group. They also possess a space between the alimentary canal and body wall, but it is not developed from mesoderm and it is not lined by mesodermal epithelium. So that body cavity is not a true body cavity. It is not a true coelom, but it is a false coelom or pseudocoelom. So what is pseudocoelom? The body cavity which is not originated from mesoderm and not lined by mesodermal epithelium is called pseudocoelom. Pseudo നിങ്ങൾ പഠിച്ചതാ അല്ലേ? Pseudopodia. Pseudo means false. കപട പദം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചതാ. Thus, the second is pseudocoelomate animals. PSEU. Pseudocoelomate. So, if you are taking a cross section of these pseudocoelomate animals, അവരൊരു ക്രോസ് സെക്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത് ബോഡി വാൾ അല്ലേ? ബോഡി വാളിന്റെ സെല്ലുകൾ, സെൻട്രല് എലിമെന്ററി കനാല്, അതിന്റെ സെല്ലുകൾ, ഇതിന്റെ ഇടയിൽ നല്ലൊരു സ്പേസ്. ഈ സ്പേസ് മീസോഡേമെന്ന് ഡെവലപ്പ് ചെയ്ത് മീസോഡെർമൽ എപ്പിത്തീലിയം കൊണ്ട് ലൈനിങ് ഉണ്ടെങ്കിൽ അതിനാണ് സീലോം എന്ന് പറയാം. അങ്ങനെയുള്ള ആനിമൽസിനാണ് സീലോമേറ്റ് ആനിമൽസ് എന്ന് പറയാം. ഇവർക്കും ഇവിടെ സ്പേസ് ഉണ്ട്, പക്ഷേ ഈ സ്പേസ് മീസോഡെർമൽ എപ്പിത്തീലിയം കൊണ്ട് ലൈൻ ചെയ്തില്ല. ബട്ട് ഇൻ ദം ദർ ആർ മീസോഡെർമൽ സ്പേസസ് ലൈക്ക് സ്കാറ്റേർഡ് പൗച്ച്. പക്ഷെ അവരുടെ ബോഡി ക്യാവിറ്റിന്റെ ഇടയിൽ മീസോഡെർമൽ എപ്പിത്തീലിയം കൊണ്ടുള്ള പൗച്ചുകൾ ഇങ്ങനെ കാണാൻ പറ്റും. Such a body cavity is called pseudocoelom and such animals are called pseudocoelomate animals, as in Aschelminthes. Example ആരാ? Aschelminthes. Pseudocoelom പഠിച്ചിരിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. Pseudocoelom എന്താ പ്രത്യേകത? ബോഡി ക്യാവിറ്റി ഉണ്ട്, പക്ഷേ ആ ബോഡി ക്യാവിറ്റി മീസോഡെർമൽ ഒറിജിനും അല്ല, മീസോഡെർമൽ എപ്പിത്തീലിയത്തിന്റെ ലൈനിങ്ങും അതിനല്ല. അതിനാണ് സ്യൂഡോസീലം എന്ന് പറയാ. അവരുടെ മീസോഡെർമൽ ലൈനിങ്ങിലുള്ള സീലം ഓരോ ചെറിയ പൗച്ചുകളായിട്ട് ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ടേ ഉണ്ടാവുള്ളൂ. ആരിലാണ് കാണുക? ആഷൽമിന്തസിൽ, നിമറ്റോഡ്സിലാണ് അത് കാണുക. Then there is a third in which there is no a space between the alimentary canal and the body wall and they are called acoelomate. ഏതാ മൂന്നാമത്തെ? acoelomate. No coelom. There is no body cavity between the alimentary canal and the body wall. അപ്പൊ അവരിൽ എന്താ ഉണ്ടാവുക? ഈ സ്പേസും സെല്ലുകൾ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. സ്പേസ് ഉണ്ടാവില്ല. അവർക്കാണ് അസീലോമേറ്റി എന്ന് പറയാ. ലൈക്ക് പ്ലാറ്റിഹെൽമിന്തസ്. ആരാ എക്സാമ്പിള്? പ്ലാറ്റിഹെൽമിന്തസ്. So this is about the fourth basis of classification known as coelom. It is the space between body wall and gut wall lined by mesodermal epithelium. Such animals are called coelomate animals like Annelida and higher organisms. Second is pseudocoelomate, in which there is a body cavity which is false or not true because not lined by mesodermal epithelium. And third is acoelomate without a
body cavity or coelom. Okay. Then the fifth basis of classification is segmentation. ഏതാ fifth? Segmentation. What is segments? In some animals, their body is formed of many identical pieces. Each piece at least possess the repeated one or a few organs. When you are comparing the body of snake and the body of earthworm, you can observe some differences. ഒരു സ്നേക്ക്, ഒരു earthworm, രണ്ടിനും നിങ്ങൾ കണ്ടതാ അല്ലേ? ചെറിയ സ്നേക്ക് കുടിക്കുക. അവരുടെ ബോഡിയിൽ പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് വ്യത്യാസം കാണാൻ പറ്റും. എന്താ വ്യത്യാസം? In earthworm, body is formed of many identical pieces. As in millipede, centipede, etc. തേരട്ടയിൽ അങ്ങനെയാണ്. അതുപോലെ പഴുതാരയിലൊക്കെ അങ്ങനെ പീസ് ചേർന്നിട്ടാണ് ബോഡി. ആ പീസുകളുടെ പ്രത്യേകത എന്താ? ഓരോ പീസിലും ഒന്നോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഓർഗൻസ് റിപ്പീറ്റ് ചെയ്ത് വരും. അങ്ങനെയുള്ള ബോഡി, അതിനാണ് സെഗ്മെന്റഡ് ബോഡി അല്ലെങ്കിൽ മെറ്റാമറിക്കലി സെഗ്മെന്റഡ് ബോഡി എന്ന് പറയാം. സോ ബേസ്ഡ് ഓൺ ദി സെഗ്മെന്റേഷൻ, there is one group of animals called metamerically segmented. Metamerically segmented animals. Animals with a body formed of many pieces which are joined together, and each piece possess at least one or a few organs repeated. This is metamerically segmented body. അപ്പോൾ ആരിലേക്കാണ് എക്സാമ്പിൾ ആരാ? യെസ്, earthworm or annelids. earthwormന്റെ ഒക്കെ ഫൈലത്തിനാണ് അനലിഡ എന്ന് പറയാം. അതുകൊണ്ട് അവരെ അനലിഡ്സ് എന്ന് പറയും. അതാണ് മെറ്റാമറിക്കലി സെഗ്മെന്റഡ്. ദെൻ അനദർ എക്സാമ്പിൾ ഈസ് ആർത്രോപോഡ്സ്. ചില പുഴുക്കളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബോഡി പീസ് ആയിട്ടുള്ളത്. അതാണ് മെറ്റാമറിക്കലി സെഗ്മെന്റഡ് ബോഡി. ദിസ് ഫോർമേഷൻ ഓഫ് ബോഡി ബൈ ജോയിനിങ് മെനി പീസസ് ഓർ സെഗ്മെന്റ്സ് ഈസ് കോൾഡ് മെറ്റാമറൈസേഷൻ. അങ്ങനെ ഒരു ജീവിയുടെ ബോഡി ചെറിയ ചെറിയ ഒരേപോലുള്ള പീസുകൾ ചേർത്തുകൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ആ പ്രതിഭാസത്തിനാണ് മെറ്റാമറൈസേഷൻ എന്ന് പറയുക. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ബോഡിക്ക് മെറ്റാമറിക്കലി സെഗ്മെന്റഡ് ബോഡി എന്ന് പറയാം. എന്താണ് ആ പ്രതിഭാസത്തിന് പറയുക? ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് മെറ്റാമറൈസേഷൻ. റിമെമ്പർ ഇറ്റ്. സെഗ്മെന്റേഷൻ അല്ലെങ്കിൽ മെറ്റാമറൈസേഷൻ മറക്കരുത്. പഠിക്കണം ഈ ടേം, മെറ്റാമറൈസേഷൻ. ആൻഡ് അതർ ആനിമൽസ്, their body is formed of a single piece, not joined by identical pieces, and it is called unsegmented. Unsegmented animals. Unsegmented animals like mollusk, ഒച്ചുകളൊക്കെ, അവർക്കൊക്കെ ഒരൊറ്റ പീസുള്ള ബോഡിയാണ് ഉണ്ടാവുക. അതിനാണ് അൺസെഗ്മെന്റഡ് ബോഡി എന്ന് പറയുക. സോ ബേസ്ഡ് ഓൺ ദി സെഗ്മെന്റേഷൻ ഓർ മെറ്റാമറൈസേഷൻ, ആനിമൽസ് ആർ ഗ്രൂപ്ഡ് ഇൻടു ടു: മെറ്റാമറിക്കലി സെഗ്മെന്റഡ് ആൻഡ് അൺസെഗ്മെന്റഡ്. സിമ്പിൾ. ക്ലിയർ ആയില്ലേ? ചില ജീവികളുടെ ബോഡി ഒരു ട്രെയിന് പോണ മാതിരി കാരം, ഒരേപോലെയുള്ള പീസുകൾ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട്. അതാണ് പഴുതാരയിൽ അതുപോലെ ചേരട്ടയിലൊക്കെ നമ്മൾ കാണുക. കണ്ടിട്ടില്ലേ? എന്നാ ബാക്കിയുള്ളതോ ഒറ്റ പീസ്, ഒരു ബസ് ഇങ്ങനെ പോണ പോലെ. അതിനാണ് അൺസെഗ്മെന്റഡ് എന്ന് പറയുക. ക്ലിയർ?
Yes. The sixth basis of classification is notochord. Notochord is a hard supporting tissue present during the embryonic stage on the dorsal side of embryo. ഒരു എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ അതിൻ്റെ ഡോർസൽ സൈഡിൽ കാണുന്ന ഉറപ്പുള്ള റോഡ് പോലെയുള്ള സപ്പോർട്ടിംഗ് ടിഷ്യൂവിൻ്റെ പേരാണ് നോട്ടോകോഡ് എന്ന് പറയുന്നത്. അവരുടെ ബോഡിക്ക് ഒരു ബലം കിട്ടാൻ വേണ്ടി ബാക്ക് ഭാഗത്ത് കുറച്ച് ഉറപ്പുള്ള ഒരു റോഡ് പോലുള്ള ഒരു ടിഷ്യൂ ഉണ്ടാവും, ഒരു ഓർഗൻ ഉണ്ടാവും. അതിനാണ് നോട്ടോകോഡ് എന്ന് പറയുക. അതെല്ലാത്തിലും ഉണ്ടാവില്ല. ഇഫ് ദാറ്റ് നോട്ടോകോഡ് ഈസ് പ്രസന്റ് ഡ്യൂറിങ് എംബ്രിയോണിക് സ്റ്റേജ്, ദാറ്റ് ആനിമൽസ് ആർ കോൾഡ് കോഡേറ്റ്സ്. നോട്ടോകോഡ് ഉണ്ടെങ്കിൽ ആ ആനിമൽസിന് എന്ത് പറയും? കോർഡേറ്റ്സ് എന്ന് പറയും. ലൈക്ക് ദി ഫൈലം കോഡേറ്റ, ലൈക്ക് the birds, like the fishes, like the human beings, they have a notochord during their embryonic stage. പിന്നെ ആ നോട്ടോകോഡ് റീപ്ലേസ് ചെയ്ത് നെട്ടലായിട്ട് മാറും, വെർട്ടിബ്രൽ കോളായിട്ട് മാറും. ആ വെർട്ടിബ്രൽ കോളം ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ മുമ്പുള്ള സ്റ്റേജ്, അപ്പോൾ അവിടെ ഉണ്ടാവുക ഒരു റോഡ് പോലുള്ള ഒരു ഉറപ്പുള്ള ടിഷ്യൂ ആണ്. അതിനാണ് നോട്ടോകോഡ് എന്ന് പറയുക. അതുണ്ടെങ്കിൽ അങ്ങനെയുള്ള ജീവികളെ കോഡേറ്റ് എന്ന് പറയും. ഇഫ് ദാറ്റ് നോട്ടോകോഡ് ഈസ് ആബ്സെന്റ്, then they are called നോൺ കോഡേറ്റ്സ്. അവയെ നോൺ കോഡേറ്റ അല്ലെങ്കിൽ നോൺ കോഡേറ്റ്സ് എന്ന് പറയും. ഇപ്പം എന്താ നോട്ടോകോഡ് എന്ന് മനസ്സിലായില്ലേ? ജീവികളുടെ എംബ്രിയോണിക് സ്റ്റേജിൽ, വളർന്നു വരുന്ന സ്റ്റേജിൽ അവരുടെ ഡോർസൽ സൈഡിൽ, ബാക്ക് സൈഡിൽ കാണുന്ന കുറച്ച് ഉറപ്പുള്ള സപ്പോർട്ടിംഗ് ടിഷ്യൂവിൻ്റെ പേരാണ് നോട്ടോകോഡ്. അതുണ്ടെങ്കിൽ അത്തരം ജീവികളെ കോഡേറ്റ് എന്ന് പറയും. അതില്ലെങ്കിൽ അവയെ നോൺ കോഡേറ്റ് എന്ന് പറയും. അപ്പോൾ കോഡേറ്റ എന്ന് പറയുന്ന ഫൈലത്തിൻ്റെ താഴെയുള്ള എല്ലാ ഫൈലവും നോൺ കോഡേറ്റയാണ്. സോ ദിസ് ഈസ് അബൌട്ട് ദി സിക്സ്ത് വൺ, ബേസ്ഡ് ഓൺ ദി പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് notochord. Animals are grouped into two, codates and non-codates. ഈ നോട്ടോകോഡിൻ്റെ പ്രസൻസ് ആബ്സെൻസ് അടിസ്ഥാനത്തിൽ ജീവികളെ രണ്ട് ഗ്രൂപ്പാക്കി തിരിഞ്ഞു. നോട്ടോകോഡ് ഉണ്ടെങ്കിൽ അവയെ കോഡേറ്റ് എന്നും, നോട്ടോകോഡ് ഇല്ലെങ്കിൽ അവയെ നോൺ കോഡേറ്റ്സ് എന്നും പറയും. ഓക്കെ, സോ ദീസ് ആർ ദി 6 basic characters by which animals are categorized or grouped into different categories or different taxa. ഈ 6 ബേസിക് ഫണ്ടമെൻ്റൽ ഫീച്ചേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ ജീവികളെ വ്യത്യസ്തമായ വിധത്തിൽ നമ്മൾ ഗ്രൂപ്പ് ചേർക്കും. ഈ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി അവയെ നമ്മൾ പഠിച്ച 7 കാറ്റഗറിയിൽ ഇങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ തിരിക്കും. സോ ബേസ്ഡ് ഓൺ ഓൾ ദീസ് 6 characters, animals or animal kingdom is divided into different phyla. Observe the diagram. In that diagram, animal kingdom is divided into different phyla based on these basic or fundamental characters which we have discussed. Animal kingdom firstly divided based on level of organization. One, cellular level. That cellular level possesses only a single phylum, that is Porifera. അപ്പോൾ അതിലെ സെല്ലുലാർ ലെവലുള്ള ജീവികൾ വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് അവയെ ഒരൊറ്റ ഫൈലത്തിൽ തിരിച്ചു. ആ ഫൈലത്തിൻ്റെ പേരാണ് ഫൈലം പോരിഫറ.
Then all others are either tissue level or organ level or organ system level. ബാക്കിയുള്ളവരൊക്കെ ഒന്നുകിൽ ടിഷ്യൂ അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റം ലെവലുള്ളവരാ. സോ ദേ ആർ അഗെയിൻ ഡിവൈഡഡ് ബേസ്ഡ് ഓൺ ദി സിമെട്രി. അതുകൊണ്ട് ടിഷ്യൂ ഓർഗൻ സിസ്റ്റം ലെവലുള്ളവരെ സിമെട്രിയുടെ അടിസ്ഥാനത്തിലാണ് പിന്നെ ഡിവൈഡ് ചെയ്യുന്നത്. സിമെട്രിയിൽ നമ്മൾ പഠിച്ചു അസിമെട്രിക് ഉണ്ട്, റേഡിയലി സിമെട്രിക് ഉണ്ട്, ബൈലാറ്ററലി സിമെട്രിക് ഉണ്ട്. ഇതിൽ റേഡിയൽ സിമെട്രി ഉള്ളവരെ അത് കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് അവയെ 2 ഫൈലാക്കി തിരിച്ചു. ആ ഫൈലാണ് സീലൻഡറേറ്റ അല്ലെങ്കിൽ നിഡേറിയ. സെക്കൻഡ് ഈസ് ടീനോഫോറ. നിഡേറിയ ആൻഡ് ടീനോഫോറ. Then all others are bilaterally symmetric. ബാക്കിയുള്ളവരൊക്കെ bilaterally symmetric ആണ്. So that bilaterally symmetric animals are again divided based on the body cavity or coelom. പിന്നെ അവയെ സീലോമിന്റെ അടിസ്ഥാനത്തിൽ ഡിവൈഡ് ചെയ്യുക. സീലോമിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 3 ഡിവിഷൻസ് പറഞ്ഞു അല്ലേ? അസീലോമേറ്റ്, സ്യൂഡോസീലോമേറ്റ് ആൻഡ് സീലോമേറ്റ്. അതിൽ അസീലോമേറ്റ് ആയിട്ടുള്ളത് കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് അവരെ 4ാമത്തെ ഒരു ഫൈലാക്കി തിരിച്ചു. ദാറ്റ് ഫൈലം ഈസ് പ്ലാറ്റിഹെൽമിന്തസ്. ദെൻ പിന്നുള്ളത് സ്യൂഡോസീലോമേറ്റ. സോ ദാറ്റ് സ്യൂഡോസീലോമേറ്റ് അവരും കുറച്ചേ ഉള്ളൂ. They are placed in a 5th phylum, the Aschelminthes. All others are coelomate or with true coelom. ബാക്കിയുള്ളവരൊക്കെ ട്രൂ സീലോം ഉള്ളവരാ. പിന്നെ അവരെ സെഗ്മെന്റേഷന്റെ അടിസ്ഥാനത്തിൽ അതുപോലെ നോട്ടോകോഡിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഡിവൈഡ് ചെയ്തത്. ആ ഡിവിഷൻസ് ഇവിടെ കാണിക്കാതെ ഡയറക്റ്റ് ആയിട്ട് അവയെ ഫൈലമാക്കി തിരിച്ചതാണ് പിന്നെ കാണുന്നത്. അതിൽ അനലിഡ, ആർത്രോപോഡ, മൊളസ്ക, എക്കിനോഡർമേറ്റ, ഹെമികോഡേറ്റ, കോഡേറ്റ. ഇത്രയും 6 ഫൈലായിട്ടാണ് ട്രൂ സീലോമേറ്റ് ആയിട്ടുള്ളവരെ തിരിച്ചത്. അതിലെ എക്കിനോഡർമേറ്റയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എക്കിനോഡർമേറ്റയിൽ നമുക്ക് റേഡിയൽ സിമെട്രി ഉള്ളവരെയും കാണാൻ പറ്റും. അതുപോലെ അവരുടെ ലാർവയൊക്കെ ബൈലാറ്ററലി സിമെട്രിക്കും ആയിരിക്കും. അതുകൊണ്ട് ഒറിജിനലി എക്കിനോഡർമേറ്റ്സ് ബൈലാറ്ററലി സിമെട്രിക് ആണ്. പക്ഷേ അവയുടെ മോഡിഫിക്കേഷൻ വന്നതിൻ്റെ ഫലമായിട്ട് പിന്നെ അവ റേഡിയൽ സിമെട്രി ആയതാണ്. അപ്പൊ ഇത്രയും ഫൈലമാണ് ഈ ആനിമൽ കിണ്ടത്തിലുള്ളത്. ഏതൊക്കെയാ? പോരിഫറ, സീലൻഡറേറ്റ, ടീനോഫോറ, പ്ലാറ്റിഹെൽമിന്തസ്, ആഷെൽമിന്തസ്, അനലിഡ, ആർത്രോപോഡ, മൊളസ്ക, കിനോഡർമേറ്റ, ഹെമികോഡേറ്റ, കോഡേറ്റ. എത്രണ്ണുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. ഈ 11 ഫൈലത്തെ കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഈ 11 ഫൈലവും ആ ഫൈലത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ക്യാരക്ടേഴ്സും എക്സാമ്പിളും ഇതാണ് അടുത്ത മിഡിൽ പാർട്ടിൽ നമുക്ക് പഠിക്കാൻ. താങ്ക് യു.